സ്മൈൽ കറക്ഷൻ റിവേഴ്സിബിൾ ആണോ ഇൻ കേസ് ഇഫ് ഇറ്റ് ഗോസ് റോങ്? പല്ലിന്റെ കറക്ഷൻസ് നമ്മൾ ചെയ്യുന്ന പല രീതിയിലാണ്. പല്ല് കമ്പിയിട്ടുകൊണ്ട് നമ്മൾ സ്മൈൽ കറക്ഷൻ ചെയ്യാറുണ്ട്, ക്രൗൺസ്, വെനിയേഴ്സ് ഇതെല്ലാം വെച്ചുകൊണ്ട് സ്മൈൽ കറക്ഷൻസ് ചെയ്യാറുണ്ട്, കോമ്പസിറ്റ് വെച്ചിട്ട് സ്മൈൽ കറക്ഷൻസ് ചെയ്യാറുണ്ട്. ഇതിലെല്ലാം നമുക്കുള്ളത് പെർമനന്റ് ഓൾട്ടറേഷൻസ് ആണ്. പല സിറ്റുവേഷനുകളിലും ഇത് നമുക്ക് ഒരു പരിധി കൂടുതൽ നമ്മൾ പണ്ടത്തെ പോലെ ആക്കാന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇതിനാണ് നമ്മൾ എപ്പോഴും ഒരു ഡിജിറ്റൽ എക്യുപ്മെന്റിന് അല്ലെങ്കിൽ ഡിജിറ്റൽ വേ ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങിനെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്ലിനിക്സിലാണെങ്കിൽ, അങ്ങനത്തെ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ക്ലിനിക്സിലാണെങ്കിൽ, ഇപ്പൊ പല്ല് കമ്പിയിട്ട് നിര തെറ്റിയിരിക്കുന്നത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിഷ്വലി കാണാൻ പറ്റും, ഡിജിറ്റലി കാണാൻ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ നമുക്ക് കണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ഡിജിറ്റൽ സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ പല്ല് ഫൈനലി വരുന്നത് എങ്ങോട്ടേക്കാണ്, ഈ പോയിന്റ് നല്ലതാണോ എന്നുള്ളത് ഒന്നില്ലെങ്കിൽ നമുക്ക് 3D കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സിമുലേറ്റഡ് ആയിട്ട് നമ്മുടെ ഫേസിൽ പല്ല് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു കാണുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസും അവൈലബിൾ ആണ്. പക്ഷെ ഇത് എല്ലാ ക്ലിനിക്കിനും ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആണ്, എനിക്ക് ഇതുപോലെ തന്നെ വേണം എന്ന് വളരെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലിനിക്സിൽ, അതായത് ഡിജിറ്റൽ ഡെന്റിസ്ട്രി ഉള്ള ക്ലിനിക്സിനെ ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്.